നമ്മുടെ സ്നേഹം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഞാൻ ഒരു വാർത്തയെ പറഞ്ഞിട്ടുള്ളൂ, തിരുവനന്തപുരം സ്കൂളിലേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ വളരെ സന്തോഷത്തോടെ എത്തിയ ഇന്ത്യൻ ആർമിയിലെ സെക്രട്ടറി നായി ശ്രീ ഷാനവാസിനെ ഈ സ്കൂൾ വീട്ടിലേക്ക് വേണ്ടി സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മുടെ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ തിരുവട്ടൂർ 2ാം വാർഡ് മെമ്പർ ശ്രീ അഷ്റഫ് കൊട്ടോളയാണ്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ആകമാനം പ്രതിനിധിയാണ് ശ്രീ അഷ്റഫ് കൊട്ടോല. ഈ സ്കൂളിന്റെ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ പ്രതിനിധികളെയും ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുവാനായി ക്ഷണിക്കുകയാണ്. Hands down. നമ്മൾ ഇന്ന് ഇങ്ങനൊരു വേദിയിൽ ഒത്തുകൂടാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നതാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിതരാക്കി, പുതിയൊരു നിയമം ഭേദഗതി ചെയ്ത് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ നമ്മളൊക്കെ നമ്മുടെ പൂർവികരും ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് ജീവൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചതിന് ശേഷം ഉണ്ടായ ഈ 77 വർഷം പിന്നിടുന്നതിനിടയിൽ പല മേഖലയിലും 77 വർഷം മുമ്പുണ്ടായ ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യ ആക്കി എടുക്കാൻ നാം ഓരോരുത്തരും നമുക്ക് മുന്നിലും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും ത്യജിച്ച ത്യാഗങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള സ്ഥലത്ത് വീടെടുക്കാനും ഇഷ്ടമുള്ള ജോലികൾ നേടാനും ഇഷ്ടമുള്ള മതം, ഇഷ്ടമുള്ള ജാതി എന്തിനും നമുക്ക് നേടുന്ന ഒരു റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് ഇന്ത്യൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാവില്ലെങ്കിലും രക്ഷിതാക്കൾക്കെങ്കിലും മനസ്സിലാവും. ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളിൽ നിന്നിപ്പോ പാടിയ ഒരു ജ്ഞാനം ജന്താവ് ഊഞ്ചാ രഹേ ഹമാര, ഇതൊരു ഹിന്ദി കാവ്യമാണെങ്കിൽ നമ്മുടെ ഈ പതാക ഉയർത്തി നിൽക്കണം വാനിൽ എന്നും, സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ഇന്ത്യ പതാകയ്ക്ക് പകരം ബ്രിട്ടീഷുകാരുടെ പതാകയാണ് പലയിടത്തും ഉയർന്നിരുന്നത്. അതിൽ നിന്നും നമ്മുടെ ഈ പതാകയെ ഉയർത്താനുള്ള സ്വാതന്ത്ര്യം നേടിയതിന്റെ ആഘോഷമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് ഈ ഒരു സുഖസൗകര്യങ്ങൾ, ഈ ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്യാതെ എനിക്ക് ഏത് രീതിയിലും ജീവിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നേടിത്തന്നതിന്റെ ദിവസത്തിന്റെ ആഘോഷം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ സ്വാതന്ത്ര്യവും
ഈ ഐക്യവും ഈ സ്നേഹവും സാഹചര്യവും കാത്തു സൂക്ഷിക്കേണ്ടത് ഇനി നമ്മളാണ്, എനിക്ക് ശേഷം ഈ കുട്ടികളാണ്. അത് നമ്മൾ കൈമാറേണ്ടത് നമ്മുടെ രക്ഷിതാവ് എന്ന നിലയിൽ എന്റെയും നമ്മുടെ ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും ഉത്തരവാദിത്തമാണ്. അവരെ തമ്മിൽ ചേരിതിരിവോ വിവേചനമോ വൈരാഗ്യമോ വിദ്വേഷമൊന്നും പടർത്താതെ ജീവിതം ഐക്യത്തെയും സ്നേഹത്തോടെയും ഏത് ദുരിതം വന്നാലും എന്ത് ദുരന്തം വന്നാലും ഒന്നിച്ചു നിന്ന് നേരിടാനുള്ള കേൾക്കും സ്നേഹവും കാരുണ്യവും ഉണ്ടാവാൻ ഞാൻ ഈ ദിവസം പ്രാർത്ഥിക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന എന്റെ അധ്യാപകന്മാർ, എനിക്ക് കുറ്റിയേരി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു പ്രഭാകരൻ മാഷ്. ആ മാഷിനെ ഇന്ന് ചെറിയ രീതിയിലെങ്കിലും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഈ യൂണിഫോമിൽ സാറിന് കാണാൻ പറ്റുന്നതായി ആദ്യമായിട്ടാണ്. താങ്ക് യു. ഇത് ഞാൻ പറയാനുള്ള കാരണം എനിക്ക് രോമം എഴുന്നേറ്റു. ഇതുപോലെ നിങ്ങളെ പോലത്തെ കുഞ്ഞുങ്ങളായിട്ട് കുറ്റിയേരി UP സ്കൂളിൽ പഠിച്ചതായിരുന്നു ഞാൻ. അതേപോലെ മാഷും അവിടെ പഠിച്ചതായിരുന്നു. അപ്പൊ ഓരോ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു വരദാനമായിട്ട് നമുക്ക് അധ്യാപകരെയും സ്കൂളൊക്കെ കിട്ടും. ഈ സ്കൂളെല്ലാം നമ്മളെ വളർത്തുന്നത് നമ്മൾ അധ്യാപകരാണ്. ആ അധ്യാപകർക്ക് എന്നും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നല്ല ഉയർന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടാണ്. നല്ല ഒരു സമ്മാനമായിട്ട് തിരിച്ച് നമുക്ക് ഗുരുദക്ഷിണ എന്ന് കൊടുക്കാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ലൊരു പൊസിഷനിൽ എത്തി കാണിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുക നമ്മുടെ രക്ഷിതാക്കളെക്കാളും കൂടുതൽ ടീച്ചേഴ്സാണ്. കാരണം രക്ഷിതാക്കൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് കുട്ടികളെ ടിഫിനും യൂണിഫോമും ബാഗും ഒക്കെ ആയിട്ട് വിട്ടുകൊള്ളുള്ളൂ. ബാക്കി മുഴുവൻ ടീച്ചേഴ്സിന്റെ കയ്യിലാണ് പകരമുള്ളത്. 365 ദിവസത്തില് സ്കൂളിലുള്ള എല്ലാ ദിവസങ്ങളും ഏറ്റവും കൂടുതൽ ശിക്ഷണം കിട്ടുന്നത് അധ്യാപകരിൽ നിന്നാണ്. അത് മദ്രസാധ്യാപകരായാലും ശരി, സ്കൂൾ അധ്യാപകരായാലും ശരി. ഈ അറിവിനെ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നല്ലൊരു വിദ്യാർത്ഥിയായി നന്നായി പഠിച്ച് നല്ല രക്ഷിതാക്കൾ ആ കുട്ടികളെ പാരന്റ്സ് ടീച്ചേഴ്സുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അവരെ വളർത്തി ഈ നാടിനും ഈ സ്കൂളിനും ഈ ടീച്ചേഴ്സിനും ഈ PTA-ക്കും കൊടുക്കേണ്ടത് നല്ലൊരു ഉയർന്ന പദവിയിലേക്ക് എത്തിയിട്ടും ഈ നാടിന് ഉപകാരപ്പെടുന്ന ഒരു മകനായിട്ട് ഒരു മകളായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ള ഈ ഒരു മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. അതുപോലെ നമ്മൾ ഏറ്റവും നല്ലൊരു മനുഷ്യനാവാൻ ആദ്യം വേണ്ടത് നമുക്ക് ആരെങ്കിലും നന്നാക്കണം, അല്ലെങ്കിൽ ലോകത്തെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞുമനുഷ്യൻ മാഷ് പറഞ്ഞ പോലെ ആദ്യം നീ നന്നായാൽ ഈ ലോകം നന്നായി. അതുകൊണ്ട് എൻ്റെ മക്കളോടും പേരൻസിനോടും എൻ്റെ ഈ ചെറിയൊരു അറിവ് വെച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാവുക, ഏറ്റവും നല്ല പേരൻസ് ആവുക, ഏറ്റവും നല്ല അയൽവാസിയാവുക, ഏറ്റവും നല്ല സ്നേഹിയാവുക. നിങ്ങൾ തന്നെ ഒരു വലിയൊരു സൈനികനാണ്. നിങ്ങൾ ഓരോരുത്തരും സൈനികനാണ്. അതിന് യൂണിഫോമിന്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു അക്രമം, നിങ്ങൾ അയൽവാസത്ത് നടക്കുന്ന ഒരു അക്രമത്തിന്, നിങ്ങൾ കണ്ണൂരിൽ നടക്കുന്ന ഒരു അക്രമത്തിനെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ഒരു അക്രമം നടക്കാൻ വിടരുത്. അതിന് ലഹരിയിലെ ആയാലും ശരി, വേറെ ഏത് രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇടപെടണം. ആ ഇടപെടലിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഒഴിഞ്ഞു മാറി നടക്കുന്നത് ദുരിതമാണ്. അപ്പൊ നമ്മളെല്ലാവരും സൈനികരാണ്. നമ്മുടെ ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ, ഈ സ്കൂളിന്റെ എല്ലാവരുടെയും സമാധാനത്തിനും സന്തോഷത്തിനും നമ്മുടെ ഒരു പങ്കുണ്ട്. നമ്മളൊരു അക്രമം നടക്കുമ്പോൾ ആ നാടിൽ എല്ലാവർക്കും മനസ്സമാധാനമൊക്കെ ഉണ്ടാവും. എൻ്റെ മാഷന്മാർക്കും ഈ PTA, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മറ്റ് ടീച്ചേഴ്സ്, കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷവും സ്നേഹവും സാഹോദര്യവും ഐക്യവുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും ഉയർച്ചയും നന്മയും നേർന്നുകൊണ്ട് ഞാനെൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിലും ഇന്നത്തെ ദിവസത്തെ ഈ സന്തോഷവേളയിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്ന കൃഷ്ണ മാഷ്, മറ്റ് PTA, ടീച്ചേഴ്സ്, കുട്ടികളെ എല്ലാവർക്കും, രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നിന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചെയ്യുന്നു. உயிர்
ഉയിര് പറിച്ചേകി നാടിൻ ഉയിര് കാത്തവർ നിങ്ങളെ അടിപ്പതറാതെ അടരാടി അതിര് കാത്തവർ നിങ്ങളെ ഉയിര് പറിച്ചേകി നാടിൻ ഉയിര് കാത്തവർ നിങ്ങളെ അടിപ്പതറാതെ അടരാടി അതിര് കാത്തവർ നിങ്ങളെ ഉയിര് പറിച്ചേകി നാടിൻ ഉയിര് കാത്തവർ നിങ്ങളെ അടിപ്പതറാതെ അടരാടി അതിര് കാത്തവർ നിങ്ങളെ ശത്രുവിന്റെ തോക്കിൻ മുന്നിൽ ശൗര്യമോടെ നിന്നിടും സടകുടഞ്ഞു നിൽക്കും സിംഹം പോലെ പോരാടിടും